ഷഹീദ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം അതിന്റെ വേഗത അത്രയേറെ കുറവാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിരവധി ആളുകൾ, രക്ഷാപ്രവർത്തകരും വിവിധ സേനാ അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഈ ദുർഘടമായ ഭൂപ്രകൃതിയാണ് ഈ ഉരുൾപൊട്ടൽ, വലിയ ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകളോളം ദൂരെ മീറ്റർ കണക്കിന് രീതിയിൽ ഉരുൾപൊട്ടിക്കിടക്കുന്ന ഈ സ്ഥലത്ത് ഈ ചളിയും മണ്ണും ഒക്കെ കുഴഞ്ഞു കിടക്കുകയാണ്. അവിടെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത ആ 5 പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുക തന്നെയാണ്. അവർക്ക് ഒരു ആളെ പോലും കണ്ടെത്താൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രത്തോളം ദുർഘടമാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല എന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ദേവദാസൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കാര്യമായി രാവിലെ മുതൽ തന്നെ പരിശോധന നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ 5 പേർ ഉൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ സമാന്തരമായി ഇപ്പോൾ ഈ മുണ്ടക്കൈ അങ്ങാടി അതിന് നിലനിന്നിരുന്ന ഇവിടുത്തെ ചെറിയൊരു ടൗൺഷിപ്പ് ആയിരുന്നു അത് നിലനിന്നിരുന്ന സ്ഥലത്ത് നിരവധി വീടുകളും ഒപ്പം തന്നെ കടമുറികളും ഒക്കെ തകർന്നടിച്ചിട്ടുണ്ട്. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ രക്ഷാപ്രവർത്തനം എത്തിയ ആളുകൾ പറഞ്ഞത് ഈ കെട്ടിടം ഇപ്പോൾ നമ്മൾ പേരിൽ കാണുന്ന ഈ കോൺക്രീറ്റ് ഒരു കടയുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അതിന് താഴെ ആളുകളുണ്ട്, ആളുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള അവിടേക്ക് അങ്ങനെ രാവിലെ അങ്ങനെ പറഞ്ഞതിന് കൂടി പരിശോധന നടത്താനുള്ള ഒരു സൗകര്യം ഒന്നും രാവിലെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ, രക്ഷാപ്രവർത്തകരെത്തി ഇവിടെ കേന്ദ്രീകരിച്ചിപ്പോൾ പരിശോധന നടത്തുന്ന അങ്ങനെ നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങളും ഈ ടൗൺഷിപ്പിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും നിരവധി വീടുകളും ഇങ്ങനെ സമാനമായ രീതിയിൽ പരിശോധന നടത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലത്ത് പോലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോലും അവ കണ്ടെത്താൻ മണിക്കൂറുകൾ പരിശ്രമത്തിന് ശേഷം ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് വളരെ ഒരു ആശങ്കയുണ്ടാക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ നിരവധി ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഇനി ഇത്രയും സമയമെടുത്തിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഇനി കണ്ടെത്താൻ കഴിയും? അല്ലെങ്കിൽ അത് ഇപ്പോഴുള്ള ശ്രമങ്ങൾ മതിയാവാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകും എന്ന കാര്യത്തിൽ വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ഉന്നയിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ആവശ്യമായ സംവിധാനങ്ങൾ അവർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്, കൂടുതൽ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആൾബലം കൊണ്ട് കൂടുതൽ വേഗത ഇപ്പോൾ കൈവന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലും ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അല്പസമയം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഒരു ചെറിയ കുഞ്ഞിന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിനകത്തു നിന്നും രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന്, ആരൊക്കെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു തിട്ടവുമില്ല ആർക്കും. അതുകൊണ്ട് തന്നെ എല്ലാം അരിച്ചു പെറുക്കി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വളരെ ദുസ്സഹമായ ഒരു ജോലിയാണ്. കാരണം ഈ വലിയ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വീട് കിടക്കുന്നതിനടിയിലാണ് കോൺക്രീറ്റ് വലിയ റൂഫുകൾ തകർന്നു കിടക്കുന്നത്. അത് പൊളിച്ചു മാറ്റുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു ജോലിയാണ്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ദുസ്സഹമാണെങ്കിൽ കൂടി ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ രക്ഷാപ്രവർത്തകർ. മുണ്ടക്കൈ ടൗൺഷിപ്പിലുള്ള ഇത് തകർന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മുകളിൽ ഇപ്പോൾ അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. അതിനുശേഷം അത് ആ കോൺക്രീറ്റ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വടം കെട്ടി കോൺക്രീറ്റ് വലിച്ചു മാറ്റിയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള സൗകര്യം നേരത്തെയൊക്കെ ഒരുക്കിയിരുന്നത്. സമാനമായ രീതിയിൽ ആ കോൺക്രീറ്റ് അവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കോൺക്രീറ്റ് മാറ്റിയാലേ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയും. അത്തരം വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ആ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മഴ രാവിലത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ച് ശക്തിപ്പെടുന്ന രീതിയിലേക്ക് മഴയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ ശക്തമായ മഴയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.